കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കോഴിമുട്ട കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ഉള്ളിലുള്ള ഉണ്ണി പൊട്ടാതെ നമുക്ക് കിട്ടണം. നമുക്ക് കോഴിമുട്ടൻ്റെ വൈറ്റ് മാത്രമാണ് ആവശ്യമുള്ളത്. ഉണ്ണി മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുക. അവസാനത്തെ കോഴിമുട്ടയാണ്. ഇതുപോലെ മഞ്ഞ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ നമുക്കത് അടിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. പഞ്ചസാരയാണ്. പഞ്ചസാര ആദ്യം കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇതേപോലെ ബീറ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഈ ലൂസെല്ലാം നമുക്ക് വേണ്ടി ഇനിയും കട്ടി വേണം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള പഞ്ചസാര നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ഒന്നും കൂടെ കട്ടിയായി കിട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് 5 മിനിറ്റും കൂടി എടുക്കാം. ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇങ്ങനെ എടുക്കുമ്പോൾ വിറ്റ് വരാൻ പാടില്ല. ഇത്രയും സെറ്റായിട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാം, ഇതൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളത് പാലാണ്. നമ്മൾ 1 പാക്കറ്റ് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കാരണം ഞങ്ങൾ 2 ഐറ്റംസ് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 1 പാക്കറ്റ് പാലെടുക്കുന്നത്. നമ്മൾ ഒറ്റ ഐസ്ക്രീം ഒരു പാത്രത്തേക്കുള്ളതാണെന്നുണ്ടെങ്കിൽ 1/2 പാക്കറ്റ് പാല് മതി. പാലൊന്ന് കട്ടി കൂടാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് വറ്റിച്ചെടുക്കണം നമുക്ക് പാൽ. നമുക്ക് അത്യാവശ്യം കട്ടിയിലാക്കി കിട്ടിയിട്ടുണ്ട്, കുറച്ച് വറ്റിയിട്ടുണ്ട്. കൂടുതൽ വറ്റി കഴിഞ്ഞാൽ പിന്നെ പാലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലായാൽ എന്ത് ചെയ്യാം, ഇത് ഓഫാക്കി വെക്കാം. അപ്പോൾ നമ്മളൊരു ഫ്ലേവർ മാങ്കോൻ്റെ ആണ്. നമുക്ക് ആവശ്യത്തിനുള്ള മാങ്കോ എടുത്ത് മുറിക്കാം. അപ്പോൾ മാങ്കോ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്കോ നോക്കിയെടുക്കണം. പിന്നെ നമുക്കിത് ജ്യൂസ് അടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മുറിച്ച് വെച്ച മാങ്ങ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. മാംഗോ ജ്യൂസ് നമുക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. രണ്ടാമത്തെ ഫ്ലേവർ നമ്മളത് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ആണ്. അപ്പോൾ അതൊന്ന് ചെയ്യണം, നമുക്കൊന്ന് അടിച്ചിട്ട് പൊടിച്ചെടുക്കണം. നല്ല പൊട്ടി സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ച പാലൊന്നും എന്ത് ചെയ്യുക, നമുക്ക് ഇളക്കി കൊടുക്കാം.
നമ്മൾ പാല് മാത്രം അടിച്ചതാണ്, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇതിൽ. ഇത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച കോഴിമുട്ടയാണ്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പാലൊഴിച്ച് കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ബീറ്ററായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. പാത്രം ചെറുതായതുകൊണ്ട് ഇതിൽ നിന്ന് ഒലിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു പാത്രത്തിലാക്കിയതിന് ശേഷം ഞാൻ റെഡി ആക്കിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പാത്രം മാറ്റിയിട്ടുണ്ട്, അടിച്ചെടുക്കാം. രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഈ ഒരു കട്ടിയൊക്കെ വേണം. നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിനുള്ളത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 2 ഫ്ലേവറാണ് ഉണ്ടാക്കുന്നുള്ളത്. നമുക്ക് ആവശ്യത്തിനുള്ളത് ഓരോ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇപ്പോൾ നമ്മൾ 2ലേക്ക് ആവശ്യമുള്ള ക്രീം എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഇതാണ് നമ്മളത് ഓറിയോൻ്റെത്. നമുക്കിതിലേക്ക് ഓറിയോ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഓറിയോ മിക്സ് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലാകുമ്പോൾ ഒന്നും കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കാം. അടുത്തത് മാംഗോ ആണ്. നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മാംഗോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാംഗോ ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ഐസ്ക്രീമിൻ്റെ പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കുക. നമ്മൾ മാംഗോയിലേക്ക് നമ്മൾ എന്ത് ചെയ്തതിന്, മാംഗോ ഇതേപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ആദ്യം അടിയിലൊന്ന് കുറച്ചിട്ട് കൊടുക്കുക. വെച്ചിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിച്ച് കൊടുക്കത്തില്ല. ഇതിലേക്ക് മാങ്ങ വീണ്ടും ആഡ് ചെയ്ത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓറിയോ ആണ്. അത് നമുക്ക് പാത്രത്തിൽ ആദ്യം എടുക്കാം. നമുക്കിത് എന്ത് ചെയ്യണം, ഫ്രീസറിൽ വെക്കണം. ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രീസറിൽ വെക്കണം. ഇനി ഇത് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഞാൻ അടുത്ത് കാണിച്ചു തരേണ്ടി. നമ്മൾ ഐസ്ക്രീം നമ്മളൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. എങ്ങനെയുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മളെ ഓറിയോൻ്റെതാണിത്. അപ്പോൾ ഇത് സെറ്റായിക്കണം നോക്കാം. സെറ്റായിട്ടില്ല, കുറച്ചും കൂടെ സെറ്റാവാനുണ്ട്.
കഴിക്കാനുള്ള രൂപത്തിലൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് മാംഗോൻ്റെ തുറന്ന് നോക്കാം. മാംഗോൻ്റെതും സെറ്റായി വരുന്നുള്ളൂ. ഇത്ര എളുപ്പത്തിലാണ് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനുള്ളൂ. ഒരുപാട് സമയമൊന്നും വേണ്ട. കുറച്ച് സാധനം കൊണ്ട് നമുക്ക് ഒരുപാട് ഐസ്ക്രീം ഉണ്ടാക്കാം.